ചക്കുളത്തുകാവിന്റെ ഉത്ഭവത്തിന് കാരണക്കാരായ വേടനും കുടുംബവും ഇവിടെ വനത്തിൽ താമസിച്ചിരുന്നു. അന്നൊക്കെ മൺകലങ്ങളിൽ ആഹാരം പാകം ചെയ്തു ഭക്ഷിച്ചിരുന്ന അവർ അവനുണ്ടാക്കിയ ഭക്ഷണം ആദ്യം ദേവിക്ക് നൽകിയതിനു ശേഷമാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം വിറകെടുക്കാൻ പോയ അവർക്ക് സമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് ദേവിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ വിഷമിച്ചവർ ദേവിയോട് മാപ്പപേക്ഷിച്ചു. പിന്നീട് അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ അടുപ്പിനടുത്തെത്തിയപ്പോൾ അവിടെ നിറയെ ചോറും കറികളും കായ്കനികളും കണ്ടുവെന്നാണ്. അത് ദേവി തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയ വേടനും വേടത്തിയും അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ തൃപ്തിയായ ദേവി അവർക്കു വേണ്ടി ആഹാരം പാകം ചെയ്തതാണിതെന്നും ഒന്നിച്ചു കഴിക്കാമെന്നും ദേവി പറഞ്ഞുവെന്നാണ് ഐതിഹ്യം. ഈ കഥയാണ് ചക്കുളത്തുകാവിലെ പൊങ്കാലയ്ക്ക് പിന്നിൽ. പൊങ്കാലയിടുമ്പോൾ ഭക്തജനങ്ങളിൽ ഒരാളായി ചക്കുളത്തമ്മയുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പൊങ്കാല ദിനം ദേവിയെ കണ്ടു വണങ്ങിയതിനു ശേഷം പൊങ്കാലയിടണമെന്ന് പറയപ്പെടുന്നു. അതൊരു അനുവാദം ചോദിക്കലാണ്.